ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. 2025 സർക്കാർ നടപ്പിലാക്കിയ കുറച്ച് പദ്ധതികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടം പദ്ധതി എന്താണെന്ന് നോക്കാം. പനി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതിയാണ് ഇടം എന്നത്. ഇടം മീൻസ് ഇനീഷ്യേറ്റീവ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് എന്നാണ്. ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് എന്നാണ് കേട്ടോ. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന പനയുൽപ്പന്ന വികസന കോർപ്പറേഷൻ, കെൽപ്പാം, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എന്നിവ സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് വേനൽ മധുരം പദ്ധതി. എന്താണ് വേനൽ മധുരം പദ്ധതി? ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് വേനൽ മധുരം പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. ആരാണ്? കുടുംബശ്രീ മിഷനാണ്. കുടുംബശ്രീയുടെ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ കീഴിലാണ് വേനൽ മധുര പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോടാണ്. അപ്പോൾ വേനൽ മധുര പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കേട്ടോ. ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി എന്താണെന്ന് നോക്കാം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഹരിത കേരളം മിഷനാണ്. ആരാണ്? ഹരിത കേരളം മിഷനാണ്. അടുത്തത് കൃഷി സമൃദ്ധി പദ്ധതി. എന്താണ് കൃഷി സമൃദ്ധി പദ്ധതി? കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി. എന്താണ്? കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയാണ്. പ്രാഥമിക ദ്വിതീയ കാർഷിക മേഖലകളുടെ ഉന്നമനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കൃഷി വകുപ്പാണ്. അപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കൃഷി വകുപ്പാണ് കേട്ടോ. അടുത്തത് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. എന്താണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നത്? കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നത്. പരിശോധന നടത്തുന്നത് കേരള വിജിലൻസ് വകുപ്പാണ് കേട്ടോ. അടുത്തത് കെ ഹോംസ് പദ്ധതി. എന്താണ് ഈ കെ ഹോംസ് പദ്ധതി എന്നത്? കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കണ്ടെത്തി ടൂറിസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ഹോംസ് പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ 2025-26 വാർഷിക ബജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ന്യൂ ഇന്നിങ്സ് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി എന്നത്.